വായിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയാണ്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതോടെ ആദ്യ നീക്കവുമായി ബി.ജെ.പി. സർക്കാർ. ശ്രദ്ധിക്കണം, ബി.ജെ.പി. സർക്കാർ. ദില്ലിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ നീക്കം മുസ്തഫാബാദ് മണ്ഡലം ഇനി ശിവപുരി. ബി.ജെ.പി. സർക്കാർ വന്നോ? അപ്പോൾ ഇവരെഴുതിയിരിക്കുന്ന അധികാരത്തിലെത്തിയതോടെ ആദ്യ നീക്കവുമായി ബി.ജെ.പി. സർക്കാർ. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ആരാ? കെയർടേക്കർ സർക്കാർ. അപ്പൊ പിന്നെ ബി.ജെ.പി. സർക്കാർ ആദ്യ നീക്കവുമായി എന്ന് പറഞ്ഞിരിക്കുന്ന വാർത്ത എന്ത് വാർത്തയാണ്? ഇതിനാണ് പിതൃശൂന്യ വാർത്ത അല്ലേ? അതെ. അപ്പൊ തന്നെ ആദ്യത്തെ കുത്തിത്തിരിപ്പ് സിനു പറഞ്ഞതുപോലെ 85% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിന്റെ പേര് മുസ്തഫാബാദ്. ആ മുസ്തഫാബാദിന്റെ പേര് ശിവപുരി എന്ന് മാറ്റാൻ ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ നീക്കം. ബി.ജെ.പി. സർക്കാർ വന്നിട്ടില്ല, അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല. മൻമോഹൻ സിംഗ് ബിഷ്ട് പറഞ്ഞിരുന്നു ഈ മുസ്തഫാബാദിന്റെ പേര് എന്ത് ആക്കണം, ശിവപുരി ആക്കണമെന്ന് മുമ്പൊരിക്കൽ അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് ഇവരെന്ത് വാർത്തയുണ്ട്, ഒരു കാർഡുണ്ടാക്കി. അല്ലെങ്കിൽ ബോധമില്ല, നല്ല ബോധത്തോടുകൂടിയാണ് ചെയ്യുന്നത്. കാരണം ഒരു വിഭാഗം ജനങ്ങളിൽ അങ്ങനെ ബി.ജെ.പിയോട് ഹിന്ദുക്കളോടുള്ള ശത്രുത ഇങ്ങനെ പരമാവധി കൂട്ടാൻ വേണ്ടി ഇവരിങ്ങനെ നിരന്തരം 85% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. 30,000 വോട്ടെങ്കിലും ആർക്ക് കിട്ടിയിട്ടുണ്ട്? ബി.ജെ.പി. സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ബി.ജെ.പി. ഇപ്പോഴും തൊട്ടുകൂടാത്ത പാർട്ടിയല്ല വടക്കേ ഇന്ത്യയിൽ. കേരളത്തിൽ പക്ഷേ ബി.ജെ.പി. വന്നാൽ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തുകയാണ്. കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിമുകൾക്ക് മനസ്സിലാവും ബി.ജെ.പി. വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ മുസ്ലിം ലീഗ് RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കാന്തപുരത്തിനെ പോലെ ആളുകളുണ്ടോ? അവർ RSSനെ വിമർശിക്കാറുണ്ടോ? ഇല്ല. നരേന്ദ്ര പ്രധാനമന്ത്രി വിമർശിക്കാറുണ്ടോ? ഇവർക്കെല്ലാം കാര്യം അറിയാം. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വാർത്തയിൽ നിന്ന ആളുടെ പോലെയുള്ള ബഹുമാന്യ ജേർണലിസ്റ്റുകളാണ്. അത് നമ്മൾ പറയാതെ വയ്യ.